ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ ഉള്ളത് റെസിഡൻഷ്യൽ പ്ലേസായ ഗോവ ബിർളയിലാണ്. ബിർള എന്ന് പറയുമ്പോൾ ടൂറിസ്റ്റ് പ്ലേസിൽ നിന്നും കുറച്ച് ദൂരമായിട്ടാണ് ഉള്ളത്. അപ്പോൾ നല്ലൊരു റെസ്റ്റോറൻറ്റോ ടെക്സ്റ്റൈൽസോ ഒക്കെ കാണണമെങ്കിൽ ടൗണിൽ തന്നെ പോകണം കേട്ടോ. ഏതായാലും പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് എല്ലാവരും കൂടി ഇറങ്ങിയതാണിത്. പതിവില്ലാത്തൊരു യാത്ര കണ്ടിട്ട് ഇത് എങ്ങോട്ടാണാവോ എന്നുള്ളൊരു എക്സ്പ്രഷനിലാണ് ഇവക്കുട്ടി ഇരിക്കുന്നത്. ഞങ്ങൾ ഇറങ്ങിയ ദിവസം ചെറിയൊരു മഴയും കൂടി ഉള്ളതുകൊണ്ട് നല്ലൊരു വൈബായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയ കാര്യം റെഡി ആയപ്പോഴത്തേനും ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റ് തേടി നടക്കുന്നതാണ് ഇത്. അങ്ങനെ അവിടെ ഒന്നും റെസ്റ്റോറൻറ്റ് കാണാത്തതുകൊണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ നല്ലൊരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ് കാണാനിടയായി. ഫോണിൽ നോക്കിയപ്പോൾ അടുത്തായിരുന്നെങ്കിലും ഒരുപാട് ദൂരം നടക്കാനുണ്ടായിരുന്നു. പിന്നെ നല്ലൊരു കാലാവസ്ഥയും പുതിയ പരിസര കാഴ്ചകളും കൂടി ആയപ്പോൾ നടക്കാനുള്ളതൊന്നും വിഷയമായില്ല. ഇവക്കുട്ടിക്കാണെങ്കിൽ ആദ്യമായിട്ട് കുടചൂടി നടക്കണതുകൊണ്ട് എന്തോ ഒരു പേടകത്തിൽ കയറിയ പോലായിരുന്നു. എന്തായാലും മോള് ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇവമോൾക്ക് കഴിക്കാൻ വേണ്ടി പഴം നോക്കി നടക്കുമ്പോഴാണ് ഒരു വണ്ടി പഴം തന്നെ നമ്മളെ മുന്നിൽ നിൽക്കുന്നത്. ആ പഴക്കാരനാണെങ്കിൽ ഒരു പഴം ചോദിച്ചപ്പോൾ പൈസയും വാങ്ങിയില്ല. അങ്ങനെ ചുറ്റിക്കറങ്ങിയ ഒരു വിധത്തിൽ ആ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടോ. റെസ്റ്റോറൻറ്റിന്റെ പേര് വരുന്നത് സ്പൈസി ഫാമിലി റെസ്റ്റോറൻറ്റ് എന്നാണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, വാട്സപ്പ് എന്ന എല്ലാ സോഷ്യൽ മീഡിയയിലും ഉണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ പറ്റും. അകത്ത് കയറിയപ്പോൾ തന്നെ ഹൈലൈറ്റ് ചെയ്തത് എക്സിക്യൂട്ടീവ് ലുക്കിൽ നിൽക്കുന്ന അവിടുത്തെ സ്റ്റാഫുകളെയാണ്. ആദ്യം തന്നെ അവിടെ ഉണ്ടായിരുന്ന ബേബി ചെയർ എടുത്ത് ഇവക്കുട്ടിനെ ഇരുത്തി റെഡിയാക്കിയെങ്കിലും അവളുടെ കണ്ണ് ഫുള്ള് അപ്പുറത്തെ ടേബിളിലേക്കായിരുന്നു കേട്ടോ. കഴിക്കാൻ വേണ്ടി ഒരുപാട് വിഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ഫിഷ് താലി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കറി അത്ര പോരെങ്കിലും ബാക്കി സൈഡ് ഡിഷസ് ഒക്കെ അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് മധുരത്തിനാണെങ്കിൽ ഡെസേർട്ട് ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു. തിരിച്ചു പോരുമ്പോഴാണ് കേട്ടോ അവരറിയണത് ഇവിടെ ഇരുന്നിട്ടും കഴിക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളത്.